ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ പുട്ട് ഉണ്ടാക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഞാൻ ഏത് രീതിയിലാണ് പുട്ട് ഉണ്ടാക്കണതെന്ന് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ആർക്കെങ്കിലും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് പച്ചരി വാങ്ങി പൊടിപ്പിച്ച് വീട്ടിൽ വറുത്തെടുത്ത പുട്ടുപൊടിയാണ്. അപ്പോൾ ഇത് 1.5 ഗ്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. 1.5 ഗ്ലാസ് കൊണ്ട് നമുക്ക് ഒരു 2.5 കുറ്റി പുട്ടുണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നേരെ ഇതിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു മണത്തിന് വേണ്ടിയിട്ട് ജീരകം, ഒരു 1/2 ടീസ്പൂൺ എങ്ങാനും ജീരകം കുറച്ച് നന്നായി തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് നനച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ കയ്യിലെടുത്ത് ഇതുപോലെ തെളിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ നനച്ചെടുക്കേണ്ടത്. വെള്ളം ഒരുപാട് എടുത്ത് ഒരുമിച്ച് ഒഴിക്കാനായിട്ട് പാടില്ല, അപ്പോൾ പെട്ടെന്ന് പൊടിയെല്ലാം കട്ട പിടിക്കും. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് തെളിച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ തിരുമ്മി നനച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നനവ് കറക്റ്റായിരിക്കണം, അപ്പോഴാണ് നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആവുള്ളൂ. വെള്ളം തെളിച്ച് നനച്ച് കൊടുത്താലും ചില കട്ടകളായിട്ട് അരിപ്പൊടി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ കൈകൊണ്ട് നന്നായി തിരുമ്മി ഒന്ന് പൊടിച്ച് കൊടുക്കണം. ഇപ്പോൾ പുട്ടുപൊടിയുടെ നനവ് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് കുറച്ച് പൊടി എടുത്തിട്ട് കയ്യിൽ വെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് അപ്പോൾ തന്നെ വിടുക. അപ്പോൾ അതെല്ലാം കറക്റ്റ് പ്രസ്സായി തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ പൊടി റെഡി ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ചെറുതായി ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്നും കൂടി നനച്ചെടുക്കാം. ഇനി നമുക്കൊന്നും കൂടി നോക്കി നോക്കാം. കുറച്ച് പൊടി കയ്യിലെടുത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസ്സായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി കറക്റ്റ് നനഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയെല്ലാം ഒന്ന് സൈഡിലേക്ക് നീക്കിയിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് പുട്ട് കിട്ടും. ഇപ്പോൾ എനിക്ക് 1.5 ഗ്ലാസ് പൊടി നനയ്ക്കാനായിട്ട് പൊടി എടുത്ത ആ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം. അപ്പോൾ നനവ് ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈ വെച്ച് ഒന്നും കൂടി നന്നായി ഉടച്ച് കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വെച്ചിട്ട് നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കാം. അപ്പോൾ നമുക്ക് പുട്ടും കുടത്തിൽ വെള്ളം വയ്ക്കാം. അപ്പോൾ വെള്ളം നന്നായി തിളയ്ക്കണം. ആ നേരം കൊണ്ട് നമുക്ക് പുട്ടും കുറ്റിയിൽ പൊടി നിറയ്ക്കാം. ഞാനൊരു പകുതി നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പുട്ടുകുറ്റിയിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. അതിനുശേഷം പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് വീതി കുറവുള്ള പുട്ടുകുറ്റി ആയതുകൊണ്ട് ഞാൻ 2 ലെയർ ഉണ്ടാക്കണുള്ളൂ. നല്ല വീതിയുള്ള പുട്ടുകുറ്റി ആണെങ്കിൽ 3 ലെയർ ഉണ്ടാക്കുമ്പോഴായിരിക്കും നാളികേരം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. പുട്ടുകുറ്റിയിൽ പൊടി നിറയ്ക്കണ നേരത്ത് നമ്മൾ ഒരിക്കലും തിക്കി നിറച്ച് ആക്കരുത്. പിന്നെ അതുപോലെ പുട്ടുകുറ്റി നന്നായി തട്ടി നന്നായി തിക്കി പൊടി ഒരിക്കലും നിറയ്ക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ പുട്ട് ഭയങ്കരമായിട്ട് ഉറച്ചു പോവും. ഇപ്പോൾ എല്ലാം നിറച്ച് കഴിഞ്ഞു. ഇനി പുട്ടും കുടത്തിൽ വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ പുട്ടുംകുറ്റി കുടത്തിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി തീ നന്നായി കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്കൊരു 6-7 മിനിറ്റ് ഇത് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് തീ നന്നായി കൂട്ടി വയ്ക്കാം. അത് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പുട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല പുട്ടിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ പുട്ട് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കിനി ഇത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഒപ്പം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും എല്ലാവർക്കും ബൈ.